മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഇ.ഡി. റെയ്ഡിന് ശേഷം നടന്ന സംഘർഷം ആസൂത്രിതമാണെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ്. മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ ആക്രമണം നടത്തിയെന്നും ഗുണ്ടാ നേതാക്കളും ആക്രമണത്തിൽ പങ്കെടുത്തുവെന്നും അദ്ദേഹം ആരോപിച്ചു. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും പോയ സമയത്ത് മുതിർന്ന നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയും അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും നടന്നത്. തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന കുപ്രസിദ്ധരായ ക്രിമിനൽ സംഘം പലരും അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇന്ന് പോലീസ് ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലപ്പുറം ആൾക്കാരെ പങ്കെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, അതിൽ ഫോട്ടോയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കാറ് പോകുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തി ചുടുകല്ലെറിയുന്നതൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് മാധ്യമങ്ങളിലൊക്കെ വന്ന ചിത്രമാണ്. അവരെ ഒന്നും തന്നെ പ്രതി ചേർക്കുവാനോ അറസ്റ്റ് ചെയ്യാനും തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത് രാജ്യത്തിൻ്റെ തന്നെ വളർച്ചയ്ക്ക് വലിയൊരു തടസ്സമാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ക്രമക്കേട് കാണിക്കുന്നവരെയൊന്നും അന്വേഷണ ഏജൻസികൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. തിരുവനന്തപുരം കോർപ്പറേഷന്റെ 101 വാർഡുകളിലായി 5050 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുമെന്ന് തിരുവനന്തപുരം മേയർ വി രാജേഷ് അറിയിച്ചു. മേയർ കെയർ പദ്ധതിയുടെ ഭാഗമായാണ് വിതരണം. വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന പട്ടികയുടെ അടിസ്ഥാനത്തിൽ അർഹരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് കൗൺസിലർമാർ സ്കൂളുകൾക്ക് നേരിട്ട് പഠന കിറ്റുകൾ കൈമാറും. അപ്പോൾ ഈ സ്കൂൾ തുറക്കുന്ന സമയം നമുക്കറിയാം, നിരവധി കുട്ടികൾക്ക്, പ്രത്യേകിച്ച് സർക്കാർ സ്കൂളിലും എയ്ഡഡ് സ്കൂളിലുമുള്ള ചില എയ്ഡഡ് സ്കൂളുകളിലുള്ള കുട്ടികൾക്ക് ഇപ്പോഴും പുസ്തകവും ബാഗും ഒക്കെ വാങ്ങാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് കോർപ്പറേഷൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൈത്താങ്ങായി മാറണം കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങളെന്ന് ഞങ്ങൾ ഭരണസമിതി വരുന്നതിന് മുമ്പ് തന്നെ ആലോചിച്ചിരുന്ന കാര്യമാണ്. ഈ ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുമ്പോഴേക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്നും ചില എയ്ഡഡ് സ്കൂളുകളിൽ നിന്നും, അത് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് 5050 കുട്ടികൾക്ക്, ഒരു വാർഡിൽ 50 കുട്ടികൾക്ക് വച്ചിട്ട് 5050 കുട്ടികൾക്ക് ഞങ്ങൾ കിറ്റ് കൊടുക്കുകയാണ്. അതായത് ഒരു സ്കൂൾ ബാഗ്, ഹൈസ്കൂളിനാണെന്നുണ്ടെങ്കിൽ ആവശ്യമായ നോട്ട്ബുക്ക്, അതോടൊപ്പം തന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ടാവും. ചെറിയ ക്ലാസ്സിൽ LP സ്കൂളിലെ കുട്ടികൾക്ക് വാട്ടർ ബോട്ടിൽ ഉണ്ടാവും. ഹൈസ്കൂളിന് ടിഫിൻ ബോക്സ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ അതിൽ കുട ഉണ്ടാവും. ഇങ്ങനെ അത്യാവശ്യം കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ കൂടെ വെച്ചിട്ട് ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ വിദ്യാഭ്യാസ വകുപ്പാണ് അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് കോർപ്പറേഷൻ ഓഫീസിൽ വെച്ച് അത് കൊടുക്കും.